ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിയാപ്നോ സ്റ്റെബിലിറ്റി അനാലിസിസ്. നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഫെറിക്കൽ റീജിയൻ എടുക്കുകയാണ്. ഒരു റേഡിയസ് ക്യാപിറ്റൽ R ആണ് അതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കാം. ആൻഡ് ഈക്വിലിബ്രിയം പോയിന്റ് XC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഈ ഒരു യൂക്ലിഡിയൻ നോം ഓഫ് x മൈനസ് എക്സ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു R നമുക്കവിടെ പറയാം. ഇപ്പോൾ യൂക്ലിഡിയൻ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ ഈക്വിലിബ്രിയം പോയിന്റ് XC അതിൻ്റെ കോർഡിനേറ്റ് ആണ് സപ്പോസ് ഈ x1e x2e എക്സെട്ര ടു xne എന്ന് വിചാരിക്കാം. നമ്മൾ എടുക്കുന്നത് യൂക്ലിഡിയൻ സ്പേസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ n കോർഡിനേറ്റ്സ് നമ്മളവിടെ കൺസിഡർ ചെയ്യാനായിട്ട് കാരണം. ആൻഡ് x1 x2 xn എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു പോയിന്റ് ആണ്. അത് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്താണ് യൂക്ലിഡിയൻ നോം എന്ന് പറയുന്നത്. അപ്പോൾ യൂക്ലിഡിയൻ നോം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂക്ലിഡിയൻ നോം ഓഫ് x മൈനസ് എക്സ് സി എന്ന് പറയുന്നത് x1 മൈനസ് x1e ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x2e ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ടു xn മൈനസ് xne ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് x ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് ടി ആണെന്ന് വിചാരിക്കാം. അപ്പം ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് x0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മളൊരു ലോക്കസ് എടുക്കുകയാണ്. അതായത് എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞ ലോക്കസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ലോക്കസ് എടുക്കുന്നത് കണ്ടില്ല, ഇതാണ് അവിടെ ആ ബൗണ്ടറി എന്ന് പറയുന്നത്. അത് ഇക്വിലിബ്രിയം പോയിന്റിനെ കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് x0 എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ യൂക്ലിഡിയൻ നോം എടുക്കുകയാണെങ്കിൽ എന്ത് പറയാം? യൂക്ലിഡിയൻ നോം ഓഫ് x0 മൈനസ് എക്സ് സി എന്ന് പറയുന്നത് ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ ബൗണ്ടറിയുടെ ഉള്ളിലായിരിക്കണം. ആൻഡ് നമ്മൾ രണ്ടാമത്തെ ലോക്കസ് എടുക്കുകയാണ്. നമ്മളത് എന്താണ് എസ് ഓഫ് എപ്സിലോൺ ആയിരുന്നു നമ്മുടെ ആ ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം നമുക്ക് എന്ത് പറയാം? യൂക്ലിഡിയൻ നോം ഓഫ് ഫൈ ഓഫ് ടി മൈനസ് എക്സ് സി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബൗണ്ടറിയുടെ ഉള്ളിലായിരിക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. ഇപ്പോൾ ലിയാപ്നോവിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പറയാൻ പോണത് ഈ രണ്ട് ബൗണ്ടറീനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ എസ് ഓഫ് ഡെൽറ്റ ആൻഡ് എസ് ഓഫ് എപ്സിലോണിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ലിയാപ്നോ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റേബിൾ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്തേക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു രണ്ട് ബൗണ്ടറി ഉണ്ട്. അതായത് ഒരു എസ് ഓഫ് ഡെൽറ്റ ആൻഡ് എസ് ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അതിൽ ഔട്ടർ ബൗണ്ടറിയാണ് നമ്മുടെ എസ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ലിയാപ്നോ ആൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റ് എക്സ് സി ഓഫ് ദ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈക്വിലിബ്രിയം പോയിന്റ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് എക്സ് സി, അത് നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാം. എപ്പോഴാണെങ്കിൽ ഇഫ് കറസ്പോണ്ടിങ് ടു ഈച്ച് എസ് ഓഫ് എപ്സിലോൺ ദർ ഈസ് ആൻ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഓരോ എസ് ഓഫ് എപ്സിലോണിനെയും ഒരു എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ സച്ച് ദാറ്റ് എന്ത് പറയാം? നമ്മളെ ട്രജക്ടറി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് x0 നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രജക്ടറി നമ്മുടെ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇന്നർ ബൗണ്ടറി വിട്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് അത് എന്താണ്? ഈ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞ ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് കറസ്പോണ്ടിങ് ടു ഈച്ച് എസ് ഓഫ് ഡെൽറ്റ ദർ ഈസ് ആൻ എസ് ഓഫ് എപ്സിലോൺ ദർ ഈസ് ആൻ എസ് ഓഫ് ഡെൽറ്റ സച്ച് ദാറ്റ് ദ ട്രജക്ടറി സ്റ്റാർട്ടിങ് വിത്ത് എസ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് ട്രജക്ടറി തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു? എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നർ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ലീവ് എസ് ഓഫ് എപ്സിലോൺ as ടൈം ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി. ആൻഡ് ഈ ഔട്ടർ ബൗണ്ടറി എസ് ഓഫ് എപ്സിലോൺ ഉണ്ടല്ലോ, അത് വിട്ടിട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ എന്ന് പറയാം. ഈ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്ന ആ ബൗണ്ടറി ഉണ്ടല്ലോ, അതായത് ഇന്നർ ബൗണ്ടറി, അത് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് x0 തന്നെ ആൻഡ് ഓഫ് കോഴ്സ് ഈക്വിലിബ്രിയം പോയിന്റിന് നമ്മളത് എൻക്ലോസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിനും കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്യുമെന്ന് നമുക്കവിടെ പറയാം. ആൻഡ് ഈ ഒരു ട്രജക്ടറി, അതായത് ഈ x0 തുടങ്ങുന്ന ട്രജക്ടറി ഉണ്ടല്ലോ, ആ ട്രജക്ടറിനെ കംപ്ലീറ്റ്ലി ഈ എസ് ഓഫ് എപ്സിലോൺ എൻക്ലോസ് ചെയ്യും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എസ് ഓഫ് എപ്സിലോൺ എൻക്ലോസസ് ദ ട്രജക്ടറി ഒറിജിനേറ്റിംഗ് ഫ്രം x0. ഇനി ലിയാപ്നോവിൻ്റെ രണ്ടാമത്തെ സ്റ്റെബിലിറ്റി ഡെഫിനിഷൻ അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിനുണ്ട് നമ്മൾ
രണ്ട് ബൗണ്ടറി, അതായത് എസ് ഓഫ് ഡെൽറ്റ ആൻഡ് എസ് ഓഫ് എപ്സിലോൺ നമ്മളോട് കൺസിഡർ ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, x0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് ട്രജക്ടറി. അപ്പോൾ അവിടെ ആ ട്രജക്ടറി ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞുള്ള ഇന്നർ ബൗണ്ടറി വിട്ടിട്ട് പുറത്തേക്ക് വരാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആ ബൗണ്ടറി എന്താണ്, അസ് ടൈം ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി നമുക്ക് ഈ ഒരു ഈക്വിലിബ്രിയം പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈക്വിലിബ്രിയം പോയിന്റ്. അപ്പം അതിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിസ്റ്റം എന്ന് പറയുന്നത് അസിംപ്ടോട്ടിക്കലി സ്റ്റേബിൾ എന്നിവിടെ പറയാം. കൂടെ ഈ ട്രജക്ടറി ഉണ്ടല്ലോ, അത് ഈക്വിലിബ്രിയം പോയിന്റിലേക്ക് കൺവേർജ് ചെയ്താൽ മാത്രം പോരാ. നമ്മൾ സ്റ്റെബിലിറ്റിയുടെ ഡെഫിനേഷൻ പഠിച്ചല്ലോ, അപ്പോൾ അതേ കണ്ടീഷൻസ് കൂടിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ഈ ഇനീഷ്യൽ പോയിന്റ് ഉണ്ടല്ലോ, അതിനെ ഈ എസ് ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞ ബൗണ്ടറി കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് നമ്മുടെ ഈ ട്രജക്ടറി, അതായത് ഈ x0 എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ട്രജക്ടറി ഉണ്ടല്ലോ, അതിനെ ഈ എസ് ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബൗണ്ടറി എൻക്ലോസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബൗണ്ടറി വിട്ടിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല. എന്നാൽ മാത്രമാണ് നമുക്കത് അസിംപ്ടോട്ടിക്കലി സ്റ്റേബിൾ എന്നവിടെ പറയാൻ പറ്റുള്ളൂ, അത് ഈക്വിലിബ്രിയം പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി ഇൻ ലാർജ്. നമ്മൾ ഏത് ഇനീഷ്യൽ പോയിന്റിൽ നിന്നിട്ട് തുടങ്ങുന്ന ട്രജക്ടറി ആണെങ്കിലും അത് ഈക്വിലിബ്രിയം പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി ഇൻ ലാർജ് എന്ന് നമുക്കവിടെ പറയാം. അപ്പോൾ അതാണ് ഡെഫിനേഷൻ എഴുതിയിട്ടുള്ളത്. ഇഫ് അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി ഹോൾഡ്സ് ഫോർ ഓൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് ആണെങ്കിലും ആ സ്റ്റേറ്റ് സ്പേസിലുള്ള ഏത് പോയിന്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെയൊക്കെ അസിംപ്ടോട്ടിക് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം, അവിടെ അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി ഇൻ ലാർജ് എന്ന് നമുക്കവിടെ പറയാം. ഇനി ഫോർത്ത് വൺ, ഡെഫിനിഷൻ ഓഫ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം, അതായത് അതിൻ്റെ ഈക്വിലിബ്രിയം പോയിന്റ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. എപ്പോഴാണെങ്കിൽ നമ്മളെ ഈ x0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്നിട്ട് തുടങ്ങുന്ന ട്രജക്ടറി ഉണ്ടല്ലോ, അത് ഈ ഒരു ഔട്ടർ ബൗണ്ടറി, അതായത് എസ് ഓഫ് എന്താണ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബൗണ്ടറി വിട്ടിട്ട് പുറത്തേക്ക് വരാണെങ്കിൽ നമുക്ക് അതിനെ അൺസ്റ്റേബിൾ എന്നവിടെ പറയാം. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്, an equilibrium state is said to be unstable if the trajectory originating from x0 leaves the s of epsilon boundary. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അൺസ്റ്റേബിൾ ആണെന്ന് അവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ലിയാപ്നോവിൻ്റെ 4 സ്റ്റെബിലിറ്റിയുടെ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുള്ളത്.